നമസ്കാരം. ബിഗ് ബോസ് താരം രേണു സുധിയുടെ കന്നി വിദേശയാത്രയുടെ തലേന്നാണ് രേണുവിനെ ഇന്ന് കാണുന്ന നിലയിലെത്തിച്ച ദാസേട്ടൻ കോഴിക്കോട്ടിൻ്റെ മുഖം മൈൻഡ്സ്കേപ്പ് ചാനലിൽ സംപ്രേഷണം ചെയ്തത്. 2500-ലധികം റീലുകൾ ഇൻസ്റ്റയിൽ മാത്രം ചെയ്ത ദാസേട്ടൻ ഇന്ന് സിനിമാ താരം കൂടിയാണ്. കൊല്ലം സുധിയുടെ ഭാര്യ എന്ന വിശേഷണം മാത്രമുണ്ടായിരുന്ന രേണു സുധി സോഷ്യൽ മീഡിയ താരമായതിനു പിന്നിൽ ദാസേട്ടനൊപ്പം ചെയ്ത ചാന്തുപൊട്ടുന്ന റീലാണെന്ന് ഏവർക്കും അറിയാം. ഫെബ്രുവരിയിൽ ഈ റീൽ പുറത്തിറങ്ങി. വളർച്ചയുടെ പടവുകൾ താണ്ടി ഓഗസ്റ്റ് മാസത്തിൽ ബിഗ് ബോസ് എന്ന രാജ്യത്തെ ഏറ്റവും വലിയ ഷോയിലേക്ക് രേണു സുധി എത്തപ്പെടുന്നു. രേണു സുധി ബിഗ് ബോസിലെത്തിയതിന് നിമിത്തമായത് താനാണെന്ന് ദാസേട്ടൻ പറയുന്നു. എങ്കിലും അതിൻ്റെ പിതൃത്വം താൻ അവകാശപ്പെടുന്നില്ല. രേണു സുധിക്ക് ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. എന്നാൽ സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു നടന്ന രേണുവിനെ വൈറലാക്കിയത് തനിക്കൊപ്പം ചെയ്ത ചാന്തുപൊട്ടുന്ന റീലാണ്. 2019 മുതൽ റീൽ ചെയ്യുന്ന താൻ അഞ്ജലി അമീർ, ദീപാറാണി തുടങ്ങിയ ട്രാൻസ് വ്യക്തികളുമായി ചേർന്നും റീൽ ചെയ്തിട്ടുണ്ട്. അതേസമയം രേണു സുധിക്കൊപ്പം റീൽ ചെയ്തയാളായി മാത്രം അറിയപ്പെടുന്നത് തനിക്ക് വിഷമം ഉണ്ടാക്കിയെന്നും ദാസേട്ടൻ തുറന്നു പറയുന്നു. ബിഗ് ബോസിൽ നിന്നും രേണു സുധിക്ക് ശക്തമായ അവഹേളനമാണ് ഉണ്ടായത്. അക്ബർ വിവരമില്ലാത്തവരാണെന്നും അങ്ങനെ ആരെയും അവഹേളിക്കരുതെന്നും ദാസേട്ടൻ അഭിപ്രായപ്പെടുന്നു. ബിഗ് ബോസിലേക്ക് തന്നെ വിളിച്ചാൽ തീർച്ചയായും പോകുമെന്നും ദാസേട്ടൻ കൂട്ടിച്ചേർത്തു. ഇതിനിടെ രേണു സുധിക്കൊപ്പം സഹകരിച്ചത് തനിക്കും പ്രയോജനമായിട്ടുണ്ടെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. സുധിച്ചേട്ടൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞത് 100 സെൽഫി വീഡിയോ ചെയ്താലും എങ്ങും എത്തില്ല. അതേസമയം ഒരു റീൽ ചെയ്തപ്പോൾ അത് ലോകമാകെ ശ്രദ്ധിക്കുന്ന സംഭവമായി. വീഡിയോ വൈറലാക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് രേണു സുധിയെ സമീപിച്ചത്. രേണുവല്ല മറ്റാരായിരുന്നുവെങ്കിലും റീൽ ശ്രദ്ധിക്കപ്പെടുമായിരുന്നു. റീലിലെ ഇൻറ്റിമസി സീനുകളാണ് റീൽ വൈറലാവാൻ കാരണം. രേണു സുധിയുടെ കൈപിടിച്ച് മാത്രം നടന്നിരുന്നുവെങ്കിൽ വൈറലാകുമായിരുന്നില്ല. മീര ജാസ്മിനെ സിനിമയിൽ പ്രസിദ്ധിയാക്കിയത് ലോഹിതദാസ് ആയിരുന്നു. അതുപോലെ തന്നെ രേണു സുധിയെ ഇന്ന് കാണുന്ന രൂപത്തിലെത്തിച്ചത് താനാണെന്നും ദാസേട്ടൻ പറഞ്ഞു.